നമസ്കാരം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പത്മജയുടെ BJPയിലേക്കുള്ള വരവ് ഇതിന്റെ സൂചന. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് ഇടത് നേതാക്കൾ BJPയിലേക്ക് വരുമെന്നും C. കൃഷ്ണകുമാർ. ചെർപ്പശ്ശേരി, കച്ചേരിക്കുന്ന്, മാണ്ടക്കരി ഭാഗങ്ങളിൽ ദിവസങ്ങളായി തുടരുന്ന കുടിവെള്ള പ്രശ്നം. കൗൺസിലറുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തി. വെള്ളിയാഴ്ചയോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒരു ദിവസം 50 പേരാക്കി ചുരുക്കിയ മന്ത്രിയുടെ ഉത്തരവ് പ്രതിഷേധത്തിനിടയാക്കി. പെരിന്തൽമണ്ണയിലും ഒറ്റപ്പാലത്തും ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂളുകാരും പ്രതിഷേധിച്ചു. ഉത്തരവ് പിൻവലിച്ച് മന്ത്രി. കോറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി 4 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. ലൈസൻസ് ഇല്ലാതെയാണ് ഇവർ ഖനനം നടത്തുന്നതെന്ന് പോലീസ്. പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. വർണ്ണം ചൊരിഞ്ഞ് വേല എഴുന്നള്ളിപ്പും മേളം. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ C. കൃഷ്ണകുമാർ. പത്മജയുടെ BJPയിലേക്കുള്ള വരവ് ഇതിന്റെ സൂചനയാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും പ്രമുഖരായ ആളുകൾ BJPയിലേക്ക് വരും. K. മുരളീധരൻ പോലും ഇന്ന് BJPയിലേക്ക് വരുമെന്ന് നോക്കിയിരുന്നാൽ മതിയെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പ്രചാരണത്തിനിടെ മലബാർ സിറ്റി ന്യൂസിന്റെ ചെർപ്പശ്ശേരിയിലെ ഓഫീസിൽ എത്തിയതായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും തകർന്നു കൊണ്ടിരിക്കുക. അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് ഒരു ബദൽ മുന്നണി അവതരിപ്പിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ് ഉണ്ടാക്കിയ INDA മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുക. INDA മുന്നണിയിലെ നിതീഷ് കുമാറും അതുപോലെ തന്നെ നിരവധി കക്ഷികളും ലോക്ദൾ പോലെയുള്ള കക്ഷികളും എല്ലാം ഇന്ന് INDA സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് വന്നിരിക്കുകയാണ്. ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് അടക്കം BJPയിലേക്ക് വന്നിരിക്കുകയാണ്. മുൻ PCC അധ്യക്ഷൻ BJPയിലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നു. ഇന്ന് K. കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ നിരവധി കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുക. വലിയ മാറ്റം രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. കേരളത്തിലും വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇത്തവണ പാലക്കാട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. പത്മജയുടെ വരവ് ഈ രാജ്യത്ത് നടക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. മോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് മാത്രമേ, NDA സഖ്യത്തിന് മാത്രമേ ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്കറിയാം. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പോലും അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി ഈ രാജ്യത്തിനെ നയിക്കാൻ, ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിനെ കഴിയുന്നുള്ളൂ എന്നുള്ളതിൻ്റെ ഉറപ്പ്, അതിൻ്റെ ആ വിശ്വാസത്തിലാണ് മുഴുവൻ ആളുകളും BJPയിലേക്ക് വരുന്നത്. ഒരു വ്യക്തി, പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ പ്രമുഖയായിട്ടുള്ള നേതാവാണ്. അവർ പോലെയുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ആയിരക്കണക്കിന് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ ഇതൊരു സൂചനയും അവർക്കൊരു ഇങ്ങോട്ട് വരാനുള്ളൊരു പ്രേരണയും ഇത് നൽകും. മുരളീധരൻ്റെ വാക്ക് ആർക്ക് വില കൽപ്പിക്കാൻ കഴിയുക? സ്വന്തം പിതാവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. ഈ അഹമ്മദ് പട്ടേലിനെ, കോൺഗ്രസിൻ്റെ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച ആളാണ്. 3-ാമത്തെ ദിവസം അഹമ്മദ് പട്ടേലിനെ കാല് പിടിച്ച ആളാണ്. ആ മുരളീധരൻ്റെ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. K. മുരളീധരനടക്കം എന്നാണോ BJPയിലേക്ക് വരുന്നതെന്ന് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ചെർപ്പശ്ശേരിയിൽ വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തിയത്. കാറൽമണ്ണയിൽ പ്രമുഖ വ്യക്തികളുടെ വീടുകൾ സന്ദർശിച്ച സ്ഥാനാർത്ഥി ചെറിയ കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. തുടർന്ന് ചെർപ്പശ്ശേരിയിൽ വോട്ടഭ്യർത്ഥന നടത്തി.
ഇതിനിടെയാണ് മലബാർ സിറ്റി ന്യൂസിന്റെ ഓഫീസിലും അദ്ദേഹം എത്തിയത്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളതെന്നും ഇത്തവണ BJPക്ക് അനുകൂലമാണ് സാഹചര്യമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. പ്രചരണത്തിൽ രണ്ട് മുന്നണികളെക്കാളും ഞങ്ങൾ വളരെയേറെ മുന്നിലാണ്. ഞങ്ങൾക്ക് ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് പൊതുജനങ്ങളുടെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പോലും പറയില്ല കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറയില്ല. കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്ന് ജനങ്ങൾക്ക് 100% ബോധ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് ഒരു അഴിമതി പോലും ആരോപണം പോലും കേൾക്കാത്ത, ഈ രാജ്യത്തെ എല്ലാ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ തന്നെ 100 കണക്കിന് ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ ഒരു സർക്കാർ എന്നുള്ള പ്രതിച്ഛായ നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. മോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഇവിടുത്തെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. ചെർപ്പശ്ശേരി കച്ചേരിക്കുന്ന മാണ്ടക്കരി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വ്യാഴാഴ്ച രാവിലെ മുതൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന സമരം നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ എത്തി ചർച്ച നടത്തിയ ശേഷമാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ചെർപ്പശ്ശേരി കച്ചേരിക്കുന്ന് മാണ്ടക്കരി പ്രദേശത്ത് 2 ആഴ്ചയിലധികമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ നഗരസഭാ കൗൺസിലർ VP ഷമീജിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. പലതവണ ചർച്ചകൾ നടത്തിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കച്ചേരിക്കുന്ന് മാണ്ടക്കരി ഭാഗങ്ങളിൽ ഒരുപാട് ഭാഗങ്ങളുണ്ടാകും വെള്ളം കിട്ടാതെ. 10-18 ദിവസമായി ആ ഭാഗങ്ങളിൽ ഒരു തുള്ളി വെള്ളം വരുന്നില്ല. പല കാരണങ്ങളും പറഞ്ഞ് ഇവർ KSTPക്കാരെ പറയും, വാട്ടർ അതോറിറ്റിയെ പറയും. വാട്ടർ അതോറിറ്റിയിലാണ് ജനങ്ങൾ ബില്ലടക്കുന്നത്, അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അവർ ഈ വർക്ക് ചെയ്യുമ്പോഴും KSTPക്കാർ വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുമ്പോഴും അവിടുത്തെ ജീവനക്കാർ അതിൻ്റെ അടുത്തേക്ക് പോലും വരാതെ നിരുത്സാഹപ്പെട്ട് ഒരു ഉത്തരവാദിത്വം അല്ലാതെ പെരുമാറിയിട്ടാണ് ഈ വർക്ക് പ്രവർത്തനം ഇങ്ങനെ വന്നത്. വെള്ളത്തിൻ്റെ ജനങ്ങൾക്കുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം വന്നത്. കുടിവെള്ള പ്രയാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഏകദേശം 19 ദിവസത്തോളമായി അവിടെ കുടിവെള്ള പ്രയാസം അനുഭവിച്ചു വരിക. ഞങ്ങൾ നിരവധിയായിട്ട് അവിടുത്തെ കാരണക്കാരായിട്ടുള്ള KSTPയോടും വാട്ടർ അതോറിറ്റിയോടും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇപ്പോൾ മിനിയാന്നുൾപ്പെടെ ബഹുമാനപ്പെട്ട ഷൊർണൂർ നിയോജകമണ്ഡലം MLA P മമ്മിക്കുട്ടി അവർ ചെയർമാൻ ഉൾപ്പെടെ ഞങ്ങളൊക്കെ തന്നെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേർന്നു. അത് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ താക്കീതും അതിൻ്റെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ നിമിഷം വരെ ആ പ്രദേശത്തേക്ക് കുടിവെള്ളം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ വാട്ടർ അതോറിറ്റിയും KSTPയും സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കുത്തിരിപ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ശരിക്കും ചെയ്യാൻ പമ്പിങ് ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കറണ്ട് ഇല്ല, അല്ലെങ്കിൽ എന്തൊരു റിപ്പയർ അടിയന്തരമായിട്ട് വർക്ക് നടക്കുമ്പോൾ പമ്പിങ് കൃത്യമായിട്ട് നടത്താൻ കഴിയില്ല, അത് മുടങ്ങും എന്നുള്ളത് നല്ല ധാരണ എനിക്കുണ്ട്. പക്ഷേ പമ്പിങ് കൃത്യമായിട്ട് പരമാവധി കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളം പോകുന്ന സമയത്ത് ഇന്ന് തിങ്കളാഴ്ച വാൾവ് തുറന്നു, ആ വാൾവിനെ ബുധനാഴ്ച പൂട്ടാൻ എന്ത് ചെയ്യണം? ഇയാൾ പോയി മെനക്കെടണ്ടേ? ഈ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻ മെറ്റീരിയൽസ് ഉള്ളത് ഇയാളുടെ അത് പോയി ചെയ്യാം. അങ്ങനെ ഒരു ആരോഗ്യ ഒരു ജീവനക്കാരനെ കൊടുക്കേണ്ടി ഒരു കരാർ കൊടുത്തു ഒരാളതിന്റെ എല്ലാ സംവിധാനം കുടിവെള്ളമല്ലേ ആളുകൾ ടൗണിൽ പല ആളുകൾ പരാതി പറയുന്നത്. ടൗണിൽ കൊമേഴ്സ്യൽ ഹോട്ടലുകൾക്കും കടകൾക്കും ബേക്കറികൾക്കും മറ്റു ആവശ്യത്തിനടുത്ത് വെള്ളമുണ്ട്. കുടിക്കാൻ കുട്ടികൾക്ക് വെള്ളമില്ലാത്ത അവിടെ പൈസ വാങ്ങിയിട്ടാണ് വെള്ളം തുറന്നിട്ടുള്ള ചർച്ച. എന്താ ഞങ്ങൾ മറുപടി പറയാ? പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KSTP ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ അനുബന്ധ പ്രവൃത്തികൾ നടത്തി കുടിവെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. ഇത് സൂചനാ സമരം മാത്രമാണെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞ പ്രകാരം ശനിയാഴ്ചയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിലർ VP ഷമീജ് പറഞ്ഞു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള AE ഓവർസിയർ, ഞങ്ങൾ വന്ന സമയത്ത് ഓവർസിയർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. AE വിളിച്ചു വരുത്തണമെന്നും ഇതിന് കൃത്യമായിട്ടുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് AE ഇവിടെ സ്ഥലത്തെത്തി. നാളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലുംപാറ കാറമണ്ണയുടെ ഒരു ഭാഗം LIC കുന്ന് ഉൾപ്പെടെയുള്ള LIC കുന്നിയെ മാറ്റി നിർത്തി മറ്റ് 2 ഭാഗങ്ങളിലെയും കണക്ഷൻ ടൗണിലേക്ക് പോകുന്ന 70 HP മോട്ടറിലേക്ക് കൊടുത്ത് ഈ മറ്റ് കണക്ഷനുകളെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും വരുന്നതോട് കൂടിയിട്ട്
ഈ കച്ചേരിക്കുന്ന്, ആലിയക്കുളം, മാണ്ടക്കരി, സലഫി പ്രദേശത്തെ കുറച്ചുകൂടി കൺസപ്ഷൻ ഉപയോഗം സ്വാഭാവികമായിട്ടും കുറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒരു ഉറപ്പ്. നാളെ തൃശ്ശൂരിൽ നിന്നും പ്രത്യേകം സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ്, തൊഴിലാളികൾ വന്ന് ആ വർക്ക് ഏറ്റെടുത്ത് നടത്തും. നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പാണ് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. KSTPയുടെ PRO രഞ്ജിത്തുമായി സംസാരിച്ചു. അവരുൾപ്പെടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഞങ്ങൾ ഇവിടുത്തെ ജീവനക്കാരുൾപ്പെടെ ഈ സ്ഥാപനം ഉൾപ്പെടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും മറ്റന്നാൾ മുതൽ അതിശക്തമായ സമരവുമായിക്കൊണ്ട് നാട്ടിലെ ആളുകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട്, അത് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ബഹുജന സമരമായിക്കൊണ്ട് ഈ സമരം മാറും. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വീണ്ടും അധികൃതരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ദിവസം 50 പേരെന്ന മന്ത്രിയുടെ ഉത്തരവിൽ ഒറ്റപ്പാലത്തും പ്രതിഷേധം. ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവർ രാവിലെ നടന്ന ടെസ്റ്റ് ബഹിഷ്കരിച്ചു. RTO ഓഫീസുകളിലും സബ് ഓഫീസുകളിലും വ്യാഴാഴ്ച മുതൽ ദിവസം 50 ഡ്രൈവിംഗ് ടെസ്റ്റ് മതിയെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് ഒറ്റപ്പാലത്തും ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും പ്രതിഷേധിച്ചത്. ഒറ്റപ്പാലം ജോയിന്റ് RTOയുടെ കീഴിൽ ചിനക്കത്തൂർ മൈതാനിയിൽ രാവിലെയാണ് പ്രതിഷേധം നടന്നത്. 120ഓളം ആളുകളാണ് ടെസ്റ്റിനായി എത്തിയിരുന്നത്. എന്നാൽ 50 പേർക്ക് മാത്രമേ ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയാണ് പ്രതിഷേധം ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് 50 പേർക്ക് നിലവിൽ ടെസ്റ്റ് നടത്താൻ പോലും ഒരു ഓഫീസിൽ നിന്ന് 50 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പോകുന്ന ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം എനിക്ക് ഈ ലിസ്റ്റിലെ ആദ്യത്തെ 50 പേരെ മാത്രമേ ടെസ്റ്റ് നടത്താനുള്ള അധികാരം ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ടെസ്റ്റ് നടത്താനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്താൻ നിങ്ങൾ സഹകരിക്കുവാണെങ്കിൽ ഞാൻ ടെസ്റ്റ് നടത്തും. അതല്ല, നിങ്ങൾ പറഞ്ഞു എല്ലാവരും ഇന്ന് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ആ ടെസ്റ്റ് നടത്തിയാൽ നിങ്ങൾ പങ്കെടുക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ടെസ്റ്റ് നടത്താനൊരു നിർവാഹമില്ല. കാരണം നമുക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഒരു ഓഫീസിൽ നിന്ന് ഇന്ന് മുതൽ 50 പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുള്ളൂ നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്താൻ നിങ്ങൾ സഹകരിച്ച് വരുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നടത്താം. അങ്ങനെ നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ, അതോ ഈ എല്ലാവർക്കും ടെസ്റ്റ് നടത്തിയാൽ മാത്രമാണ് പങ്കെടുക്കുകയുള്ളൂ? നിങ്ങൾ തീരുമാനിക്കണം. പറയുന്ന അഭിപ്രായം പറയാം. 50 പേർക്ക് ടെസ്റ്റ് നടത്താറുണ്ടോ? തുടർന്ന് ടെസ്റ്റിനെത്തിയവർ രാവിലത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു. മന്ത്രിയുടെ നിർദ്ദേശം പിൻവലിച്ച ശേഷം ഉച്ചയ്ക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നത്. പെരിന്തൽമണ്ണയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലും പ്രതിഷേധം. ദിവസവും 120 പേർക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചതോടെ ആളുകൾ പ്രതിഷേധിക്കുകയായിരുന്നു. സ്ലോട്ട് കിട്ടിയ എല്ലാവർക്കും ടെസ്റ്റ് നടത്താമെന്ന് മന്ത്രി അറിയിച്ചതോടെ പ്രതിഷേധം മടങ്ങി. പഴയ സംവിധാനമാണ് ഏറ്റവും സൗകര്യമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. 3 മാസം മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ചവർക്കാണ് വ്യാഴാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ സ്ലോട്ട് അനുവദിച്ചിരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകുന്നതിന് രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മാനത്തുമംഗലം പൊന്നിയാകുറിശി ബൈപ്പാസ് റോഡിലെ MUM ഓഡിറ്റോറിയത്തിന് സമീപത്തെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തിയിരുന്നു. എന്നാൽ ആദ്യം വന്ന 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാവൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. 70 പേർക്ക് ടെസ്റ്റിനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്നായിരുന്നു സംശയം. ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ച തീരുമാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ടെസ്റ്റിനെത്തിയവരും പ്രതിഷേധിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് ഗുഡ്ലക്ക് റഫീഖ്, സഞ്ചാരി മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. സമാനമായ പ്രതിഷേധം സംസ്ഥാനത്തെ മിക്ക ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും ഉണ്ടായി. പ്രതിഷേധം തുടർന്നതോടെ ദിവസവും 50 പേർക്ക് ടെസ്റ്റ് എന്ന തീരുമാനം വകുപ്പ് മന്ത്രി പിൻവലിച്ചതായി വാർത്ത വന്നു. തുടർന്ന് ഈ ദിവസം സ്ലോട്ട് എടുത്തിരുന്ന 120 പേർക്കും ടെസ്റ്റ് നടത്തി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ MK പ്രമോദ് ശങ്കർ, PK മുഹമ്മദ് ഷഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത്. പഴയ സംവിധാനമാണ് ഏറ്റവും സൗകര്യമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പ്രതീക്ഷിതമായി ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതുമൂലം ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ആളുകളുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും ബുദ്ധിമുട്ട് കേരളം മുഴുവൻ നടന്ന ഗ്രൗണ്ടുകളിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മന്ത്രിക്ക് പിൻവലിക്കേണ്ടി വരികയും ഇപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് സുഗമമായി നടപ്പിലാക്കാനുള്ള നടപടികൾ പെരിന്തൽമണ്ണ RTO ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. തുടർന്നും ഇതുപോലെ 120 ആളുകൾക്ക് തന്നെ ടെസ്റ്റ് നടക്കുകയും ജനങ്ങൾക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ടെസ്റ്റ് മുന്നോട്ട് പോകണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ
ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ച പൊതുജനങ്ങൾക്കും ആവശ്യമായിട്ട് വരും. ജനങ്ങളുടെ പ്രതിഷേധത്തിനിടെ ഇന്ന് 120 ആളെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. പിന്നെ ഇനിയും 120 ആളെ ടെസ്റ്റ് നടത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകാരും അതേപോലെ പൊതുജനങ്ങളും ഇതേപോലെ ഇന്നത്തെ പോലെ പ്രതിഷേധം ഉണ്ടാവും. അതുകൊണ്ട് 120 ആളെ ടെസ്റ്റ് നടത്തുന്നു. കോറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി 4 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ ശിവഗംഗം, കീലപ്പൂവണ്ടി സുബ്ബയ്യ, പളനി, കൊതവച്ചേരി കുറിഞ്ഞിപ്പട്ടി രാജ, നാഗപട്ടണം മഹേന്ദ്രൻ, അരിയന്നൂർ താതന്നൂർ വെസ്റ്റ് പൊട്ടക്കല്ലായിൽ ചിന്നരാജമാണിക്യം എന്നിവരെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. കുട്ടിപ്പാറ മനഴി ബസ് സ്റ്റാൻഡ് റോഡിലെ കോട്ടയ്ക്കൽ സ്വദേശിയുടെ സ്ഥലത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്. മാരകമായ സ്ഫോടക വസ്തുക്കളായ നിയോജൽ, ഇലക്ട്രിക് ഡിറ്റനേറ്റർ, പൾസ് ജനറേറ്റർ തുടങ്ങിയവയും ഹിറ്റാച്ചി, കംപ്രസർ തുടങ്ങിയ യന്ത്രസാമഗ്രികളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. SI ഷിജോസി തങ്കച്ചൻ, SI സെബാസ്റ്റ്യൻ രാജേഷ്, SPO ജയേഷ്, ഡ്രൈവർ CPO അമീൻ സുഹൈൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നിയമാനുസരണം ആവശ്യമായ ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കരിങ്കൽ ഖനനം നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ സ്ഥല ഉടമ ഉൾപ്പെടെ 3 പ്രധാന പ്രതികളെ പിടികൂടാനുണ്ട്. പിടിയിലായ സംഘത്തെ പെരിന്തൽമണ്ണ കോടതിയിൽ റിമാൻഡ് ചെയ്തു. ദീർഘദൂര ട്രെയിനുകൾക്ക് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. മാർച്ച് 9 ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂരിൽ നിർത്താത്ത എല്ലാ ദീർഘദൂര ട്രെയിനുകൾക്കും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് അനുവദിക്കുക, കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകളുടെ ഒറ്റപ്പാലത്തെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുക, മലബാറിൻ്റെ റെയിൽവേ ഹബ്ബായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനെ വികസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. മാർച്ച് 9 ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ രാവിലെ 9 മണിക്ക് കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് RP ശ്രീനിവാസൻ പറഞ്ഞു. ഒറ്റപ്പാലത്തിലൂടെ പോകുന്ന എല്ലാ ദീർഘദൂര ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കണം എന്നാണ് സിറ്റിസൺ ഫോറത്തിൻ്റെ ആവശ്യം. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന ശനിയാഴ്ച 9-ാം തീയതി രാവിലെ 9:30 മണിക്ക് ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കാരണമെന്ന് വെച്ചാൽ, വളരെ നീണ്ട വർഷങ്ങളായി സിറ്റിസൺ ഫോറത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റു പല സന്നദ്ധ സംഘടനകളും വ്യക്തികളും സാമൂഹിക പ്രവർത്തകരും എല്ലാവരും ഒട്ടനവധി തവണ നിരവധി നിവേദനങ്ങൾ, സമ്മർദ്ദങ്ങൾ, നേരിട്ട് കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിക്കൽ എല്ലാം നടത്തിയിട്ട് പോലും പരിഹാരമാകാത്തൊരു പ്രശ്നത്തെ ജനമധ്യത്തിൽ കൊണ്ടുവരികയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ മുഖ്യ വിഷയമായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ വികസനവും ഒപ്പം തന്നെ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയവും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള പരമപ്രധാനമായ അടിയന്തര കാരണം. ഒറ്റപ്പാലം വഴി കടന്നുപോകുന്ന 45 ദീർഘദൂര ട്രെയിനുകളിൽ 16 എണ്ണത്തിന് മാത്രമാണ് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുള്ളൂ എന്നും ശ്രീനിവാസൻ പറഞ്ഞു. പാലക്കാട് കഴിഞ്ഞാൽ തൃശ്ശൂർ സ്റ്റോപ്പുള്ള 45 ട്രെയിനുകളുടെ ലിസ്റ്റാണത്. ഒറ്റപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ദീർഘദൂര ട്രെയിനുകളായിട്ടുള്ള 45 ട്രെയിനുകളുടെ ലിസ്റ്റാണ് ഫസ്റ്റ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 45 ട്രെയിനുകളിൽ ഒറ്റപ്പാലത്ത് നിർത്തുന്നത് സെക്കൻഡ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആകെ 16 എണ്ണം. ഈ 16 എണ്ണത്തിൽ ഡെയിലി ട്രെയിനുകൾ അതിൽ സെപ്പറേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. 7ഓളം ട്രെയിനുകളാണ് ഡെയിലി ട്രെയിനുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെറും 7ഓളം ട്രെയിനുകൾ മാത്രമേ ഒറ്റപ്പാലത്ത് നിത്യയാത്രക്കാർക്ക് ഉപയോഗപ്രദമായിട്ട് നിർത്തുന്നുള്ളൂ. ഈ പൊതു ആവശ്യം നേടിയെടുക്കുന്നതിനായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി പ്രതിനിധികൾ പറഞ്ഞു. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സിറ്റിസൺ ഫോറം പ്രതിനിധികളായ VP രാധാകൃഷ്ണൻ, ഭാസ്കരൻ പാലത്തോൾ, PM ശിവദാസൻ, സുധാ K നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഗജവീരന്മാരും പഞ്ചവാദ്യവും കാളയും കുതിരയും പൂരത്തിന് കാഴ്ച വിരുന്നൊരുക്കി.
പ്രശസ്ത ഭദ്രകാളി ക്ഷേത്രമായ പൂക്കോട്ടുകാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകുന്നേരം 3:30 വെള്ളിനെ ശിവകുമാറും സംഘവും അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി. മണിയോടെ വേലയിളക്കൽ, കാളയ്ക്കും കുതിരയ്ക്കും അരിയറിൽ എന്നിവ നടന്നു. തുടർന്ന് ദേശപൂരങ്ങൾ പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയിൽ ക്ഷേത്ര മൈതാനിയിൽ അണിനിരന്നു. പതിനായിരങ്ങളാണ് പൂരത്തിന് പൂക്കോട്ടുകാവിലേക്ക് ഒഴുകിയെത്തിയത്. ചെർപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്റ്റേഡിയം വരുന്നു. സ്റ്റേഡിയം നിർമ്മാണത്തിന് നഗരസഭ തയ്യാറാക്കിയ DPR പി മമ്മിക്കുട്ടി MLAക്ക് കൈമാറി. ചെർപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനിയിൽ നഗരസഭ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടാണ് പി മമ്മിക്കുട്ടി MLAക്ക് കൈമാറിയത്. സ്റ്റേഡിയം നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ചെലവ് വരുന്ന വിവിധങ്ങളായുള്ള പദ്ധതികളോടുകൂടിയാണ് ഈ സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ 23-24 സാമ്പത്തിക വർഷത്തിൽ 2 കോടി രൂപ ബഡ്ജറ്റിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഭരണാനുമതി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാം. ബാക്കിയുള്ള പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. നമുക്ക് കയ്യിൽ വരാനുള്ള പൈസ കണക്കാക്കിയിട്ടാണ് ചെലവ് കണക്കാക്കുന്നത്. വരാനുള്ള പണം നമുക്ക് ആ രീതിയിൽ വരാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അത്യാവശ്യവും ആവശ്യവും പരിഗണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെൻറ് തുടരും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ തുടർ ഫണ്ടും ലഭ്യമാക്കാനുള്ള നടപടികളും ശ്രമങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാകും. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ സി കമലം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോൾ കോർട്ട്, ക്രിക്കറ്റ് പരിശീലന കേന്ദ്രം, 100 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ജമ്പിംഗ് പിറ്റ്, ഗാലറി, ഡ്രസ്സിംഗ് റൂം തുടങ്ങി 6 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നഗരസഭ തയ്യാറാക്കിയിട്ടുള്ളത്. ചെർപ്പശ്ശേരി നഗരസഭയിൽ വയോജന സൗഹൃദ കേന്ദ്രം പകൽ വീട് നാടിന് സമർപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പശ്ശേരി നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് പകൽ വീട് വയോജന സംഗമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെ ഏകാന്തത അകറ്റുക എന്നതാണ് പകൽ വീടിൻ്റെ ഉദ്ദേശം.
പകൽ വീടിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. തരിച്ചായി പോകുന്ന ഇത്തരം ആളുകളുടെ മാനസികമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ അവരെ താങ്ങുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് അതുപോലെ തന്നെ ചില സന്തോഷം പകർന്നു ചില കാര്യങ്ങൾ. ഞങ്ങളവിടെ ഒരു സ്ഥലമുണ്ട്, വൈകുന്നേരം ആയാൽ കുറേ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ കുട്ടികൾ പേരിട്ട് വയസ്സൻ ക്ലബ്ബ് എന്നാണ്, അല്ല അവർ നാട്ടിലൊരു പേരിട്ടതാണ്. ഒരു 10, 20, 25 ആൾ വൈകുന്നേരമായാൽ വരും. അവിടെ വന്ന് സ്വറ പറയും, തമാശ പറയും, കാര്യങ്ങൾ പറയും, നാട്ടുകാര്യം പറയും, ഒക്കെ പറയും. അത് കഴിഞ്ഞാൽ അവർ 6, 7 മണിയായവർ തിരിച്ചു പോകുന്നർത്ഥം. അപ്പോൾ ആ നിലയിൽ ഈ പ്രായമാകുന്നതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഇത്തരം ആളുകളെ സമൂഹത്തിൻ്റെ ഭാഗമായി നിലനിർത്താനും അവർക്കൊരു മാനസികമായ സംഘർഷമോ അതുപോലെ തന്നെ വിഷമമോ ഒറ്റപ്പെട്ടതിൻ്റെ ഒരു മനോഭാവമോ ഇല്ലാതിരിക്കാൻ ആവശ്യമായ രീതിയിലാണ് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സി കമലം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പ്രമീല, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറയ്ക്കൽ, കൗൺസിലർമാരായ KM ഇസാഖ്, TK സലാം, K സൗമ്യ, അബ്ദുൽ ഗഫൂർ, നഗരസഭാ സെക്രട്ടറി TP പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം വനിതാ കൺവെൻഷൻ ചെർപ്പശ്ശേരിയിൽ നടന്നു. KPCC അംഗം C സംഗീത ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചെർപ്പശ്ശേരി ഇന്ദിരാഭവനിൽ വെച്ച് നടന്ന പരിപാടി KPCC അംഗം C സംഗീത ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഘങ്ങൾ നടത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കുടുംബത്തിൽ എത്ര പെൺകുട്ടികൾ അല്ലെങ്കിൽ എത്ര സ്ത്രീകൾ ബുദ്ധിമുട്ടിനും കഷ്ടപ്പെടാൻ അനുഭവിക്കുന്നു. മാനസികമായിട്ട്, ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ആ കുടുംബങ്ങളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ ഈ മാർച്ച് 8 വനിതാ ദിനം ആഘോഷിക്കുന്നതിന് കൂടെ തന്നെ പ്രായോഗികമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ എപ്പോഴും ആചരിക്കുന്നവർ മാത്രമായിട്ടല്ലേ പറയുന്നത്, പ്രായോഗികമായിട്ട് നമ്മളെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചെങ്കിൽ ആണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. വനിതാ ഫോറം പ്രസിഡന്റ് PA മുന്താസ് അധ്യക്ഷയായി. ഇന്ദു നാരായണൻ, MP ശാന്ത, ഗിരിജ സുരേന്ദ്രൻ, MV സീന, രജനിയമ്മ, ഷീജ അശോകൻ, KK വേണുഗോപാലൻ, VP രാധാകൃഷ്ണൻ, അരുൺ MR, M അനിൽകുമാർ, OC മീനാക്ഷി, K ഗീത തുടങ്ങിയവർ സംസാരിച്ചു. 110ാം വാർഷിക നിറവിൽ എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂൾ വിരമിക്കുന്ന പ്രധാനാധ്യാപകനുള്ള യാത്രയപ്പ് സമ്മേളനവും വാർഷികാഘോഷവും N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിന്റെ 110ാം വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ CT മുരളീധരനുള്ള യാത്രയപ്പ് സമ്മേളനവും N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മാർഗദർശിയായ ഒരു സ്ഥാപനമാണ്. കാരണം ഇതിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 110 വർഷമാണ്. 110 വർഷമായി എടത്തനാട്ടുകര ദേശത്തിന് വിദ്യ പകർന്നു നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്, വിദ്യാലയമാണ് നമ്മുടെ ഈ സ്കൂൾ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ അധ്യാപകരുടെ പേരിൽ എൻഡോമെന്റും കായിക പ്രവൃത്തി പരിചയമേളകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ MLA നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M മെഹർബാൻ അധ്യക്ഷയായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ, മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ, ബ്ലോക്ക് അംഗം P ഷാനവാസ്, മണ്ണാർക്കാട് BPO K മുഹമ്മദ് അലി, പഞ്ചായത്ത് അംഗം അലി മടത്തൊടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഹംസപ്പ, റഹ്മത്ത് മടത്തൊടി, മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് V അബ്ദുള്ള, PTA പ്രസിഡന്റ് MP നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിലെയും സമീപത്തെ അങ്കണവാടികളിലെയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു.
ISK മാർഷ്യൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ 35 സ്കൂളുകളിൽ നിന്നായി 3000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ആയോധന കലാ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു. പെരിന്തൽമണ്ണ ചെറുകര മിനി സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 9 ശനിയാഴ്ച വൈകിട്ട് 4:30 പരിപാടി. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ആയോധനാഭ്യാസ മുറകൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ബോധവൽക്കരിക്കാൻ ഉദ്ദേശിച്ചാണ് 35 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 3000-ഓളം താരങ്ങൾ പങ്കെടുക്കുന്ന ആയോധന കലാപ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കരാട്ടെ, കളരി, യോഗ, ഉഷു വിഭാഗങ്ങളിൽ ടീമുകളുടെ മത്സരം നടക്കും. ജില്ലാ, സംസ്ഥാന, ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിച്ച താരങ്ങൾക്ക് ബെൽറ്റുകളും അവാർഡുകളും ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് ISK മാർഷ്യൽ ആർട്സ് പ്രസിഡന്റ് TP മുഹമ്മദ് അലി, ISK ഫൗണ്ടറും മുഖ്യ പരിശീലകനും ഉഷു ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റുമായ K മുഹമ്മദ് അലി എന്നിവർ അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും വർഷങ്ങളായിട്ട് ഈ ആയോധന കലകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സർക്കാർ സ്കൂളുകളിലൊക്കെ കായിക കലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. അപ്പോൾ ഇതിനെതിരെ ആയോധന കലകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആയോധന കലകൾ ഈ പഠനത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ലേ എന്നുള്ള ഒരു ബോധം രക്ഷിതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 35ഓളം സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മെഗാ പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ സാരഥികൾ, കരാട്ടെ, ഉഷു, യോഗ അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. വെട്ടത്തൂരിലെ സാമൂഹിക കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വ്യാപരിച്ച PK യാക്കൂബ് എന്ന ഭാവമാസ്റ്ററുടെ 4.5 പതിറ്റാണ്ടുകാലത്തെ രചനകൾ സ്മരണികയായി പുറത്തിറങ്ങുന്നു. ഭാവാമൃതം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം മാർച്ച് 9 രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ P അബ്ദുൽ ഹമീദ് MLA പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെട്ടത്തൂരിന്റെ പൊതു സാമൂഹിക കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന PK യാക്കൂബ് എന്ന ഭാവമാസ്റ്റർ 3 വർഷം മുൻപാണ് മൺമറഞ്ഞത്. സമൂഹത്തിന് ഭാവമാസ്റ്റർ നൽകിയ സംഭാവനകൾ ഓർമ്മിക്കുന്നതിന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടുകാലത്തെ രചനകൾ ഉൾക്കൊള്ളിച്ച് ഭാവാമൃതം എന്ന പേരിൽ സ്മരണിക തയ്യാറാക്കി. PK യാക്കൂബ് മാസ്റ്റർ ഭാവസ്മരണിക സമിതിയും വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി സ്മാരക സമിതിയും ചേർന്നാണ് സ്മരണിക പുറത്തിറക്കുന്നത്. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാവസ്മാരക ഹാളിൽ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ P അബ്ദുൽ ഹമീദ് MLA പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് പ്രകാശനത്തോടൊപ്പം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പിന്നെ ആ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ സാറും നാടകകൃത്തും കഥാകാരനും ഗ്രന്ഥകാരനൊക്കെ പ്രഭാഷകനൊക്കെ ആയിട്ടുള്ള KPS പൈനഡും സംബന്ധിക്കുന്നു. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന KPS പൈനഡാണ്. ആ പരിപാടി യാക്കൂബ് മാസ്റ്റർ എന്ന് പറയുന്നത് വെട്ടത്തൂരിൻ്റെ സാംസ്കാരിക പൊതുരംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണില്ല. ഒരു കവിത എഴുതുമായിരുന്നു, ആലപിക്കുമായിരുന്നു, മാപ്പിളപ്പാട്ട്, പിന്നെ സാമൂഹ്യ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. വെട്ടത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകനായിരിക്കെ 2020 സെപ്റ്റംബർ മാസം 7-നാണ് മരണപ്പെട്ടത്. ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ കൂടി ആലോചിച്ചായിരുന്നു ഇങ്ങനൊരു സ്മരണിക പ്രസിദ്ധീകരിക്കണമെന്നത്. സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ TK രാധാകൃഷ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങും. എറണാകുളം മുൻ RDD K അബ്ദുൽ കരീം, നാടകകൃത്ത് KPS പയ്യനടം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഭാവസ്മരണിക സമിതി ചെയർമാൻ PT അബ്ദുൽ കരീം, TK രാധാകൃഷ്ണൻ, KT മുസ്തഫ കമാൽ, P അബ്ദുസലാം, PP ഇസ്ഹാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്രയും വ്യത്യസ്തമായ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ കൂടെ ജോലി ചെയ്തു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വാക്കുകളുടെ ഒരു സ്മാരകം എന്ന് പറയാവുന്ന തരത്തിലൊരു സ്മരണിക
ഈ ശനിയാഴ്ച ഞങ്ങൾ ഇറക്കാൻ പോകുന്നത്. അതിലെല്ലാവരുടെയും അനുഭവക്കുറിപ്പുകളുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാഷ് നല്ലൊരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ ചരിത്ര ലേഖനങ്ങൾ, അനുഭവക്കുറിപ്പുകൾ, ആക്ഷേപഹാസ്യം തുളുമ്പുന്ന കവിതകൾ, ഇങ്ങനെ ഒരുപാട് കവിതകൾ അദ്ദേഹത്തിൻ്റെ കവിതകളാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്ത് കുറിപ്പുകളാണ് കൂടുതലും ഇതിലുള്ളത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കൂട്ടിലക്കടവിൽ 45 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനവും പാലത്തിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പമ്പ്ര അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷൗക്കത്ത്, മുൻ വൈസ് പ്രസിഡന്റ് K രജിത, P ഹരിഗോവിന്ദൻ, സുരേഷ് തെങ്ങിൻതോട്ടം, C സനോജ്, സുലൈമാൻ KP, മരക്കാർ മേലേതിൽ, നാസർ AP, അസ്ലം N, ഷാഫി എന്നിവർ പങ്കെടുത്തു. പാലത്തിൻ്റെ കൈവരിയിലും ഇതുപോലെയുള്ള ലൈറ്റ് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ PWDയുടെ അനുവാദം വേണം അവിടെ വെക്കണമെങ്കിൽ. PWDയുടെ അനുവാദത്തിന് വേണ്ടി ഞങ്ങൾ കൊടുത്തപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ കൈവരി ഇത് താങ്ങാനുള്ള ശക്തിയില്ല, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പറ്റും എന്ന് തർക്കിക്കാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് നല്ല ആരോഗ്യസ്ഥിതിയുള്ള കൈവരി എൻ്റെ വാർഡിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന വിളക്കുകളാണ് ഈ കാണുന്ന നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്തത്. ചുട്ടുപൊള്ളുന്ന വേനലിലും തണലും തണുപ്പും നിറഞ്ഞ സുന്ദരമാണ് വെട്ടത്തൂർ പൂങ്കാവനം ഡാം. നിരവധി പൂക്കളും പാറകളിൽ വരച്ച ചിത്രങ്ങളും പാറക്കെട്ടിന് താഴെ കൂടി പോകുന്ന പാതയും ആരുടെയും മനം കവരുന്ന കാഴ്ച തന്നെയാണ്. കാട് പിടിച്ച് കിടന്നിരുന്ന ഡാം പരിസരം ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കിയത് പൂങ്കാവനം വാട്സാപ്പ് കൂട്ടായ്മയാണ്. പല വർണ്ണത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ, സൂര്യകാന്തി, 10 മണിപ്പൂക്കളുടെ വിവിധ വകഭേദങ്ങൾ, കൂടാതെ കുട്ടികളുടെ ഹീറോകളായ കാർട്ടൂൺ താരങ്ങൾ പാറകളിൽ വേറെയും, ഒപ്പം തണലും തണുപ്പും. 1 രൂപ പോലും പ്രവേശന ഫീസില്ലാതെ ഈ ഭംഗി ആസ്വദിക്കാനുള്ള അവസരമാണ് വെട്ടത്തൂരിലെ പൂങ്കാവനം ഡാം. ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ പോലും മരത്തണലിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് സമയം ചെലവിടാൻ കഴിയുന്നൊരിടമാണ് പൂങ്കാവനം. പ്രദേശത്തിൻ്റെ ഭംഗി കണ്ട യാത്രക്കാർ വാഹനം നിർത്തി അല്പനേരം ഇവിടെ ചെലവിടുന്നതും പതിവ് കാഴ്ചയാണ്. കുന്നുകയറാനുള്ള സ്റ്റെപ്പുകൾ നവീകരിക്കാനും ഒരു ഹൈമാസ്റ്റ് ലൈറ്റിനുമായി ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തിയതായി അറിയിച്ചിട്ടുണ്ടെന്നും പൂങ്കാവനം വാട്സപ്പ് കൂട്ടായ്മ അംഗം M മോഹൻദാസ് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് വേണം, ഒരു ഹൈമാസ്റ്റ് ലൈറ്റ്, ഇത് രണ്ടും പഞ്ചായത്തിനോട് പറഞ്ഞ പഞ്ചായത്താണ് ഉള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും അടുത്ത മാസത്തോടുകൂടി അത് റെഡിയാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വെട്ടത്തൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് തള്ളുന്ന സ്ഥലമായിരുന്നു ഈ ഒരു പരിസരം. ഇപ്പോൾ അതിന് കുറേ സമാധാനമായിട്ടുണ്ട്. കാട് പിടിച്ചു കിടന്നിരുന്ന ഡാം പരിസരം ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമാക്കിയത് പൂങ്കാവനം വാട്സപ്പ് കൂട്ടായ്മയാണ്. നിലവിലെ പരിപാലനവും ഇവർ തന്നെയാണ് ചെയ്യുന്നത്. വിനോദസഞ്ചാര സാധ്യത പരിഗണിച്ച് ഇവിടം സർക്കാർ അംഗീകൃത ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്ന പ്രതീക്ഷയിലാണ് കൂട്ടായ്മയെന്നും മോഹൻദാസ് പറഞ്ഞു. അപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സംരംഭമാണ്. ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഒരു 10-25 ഏക്കർ സ്ഥലം, ഗവൺമെൻറ് സ്ഥലം വെറുതെ കിടക്കല്ലേ. അപ്പോൾ അത് ഒരു ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് നല്ല കോലത്തിലത് നടക്കും എന്നുള്ളതാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാവരുടെയും ആഗ്രഹം. അത് നടക്കണം എന്ന് വിചാരിക്കും. നിലവിൽ പ്രദേശത്തിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇല്ല എന്നത് പൂങ്കാവനത്തിന് വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിക്കിലത്താണി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. പൂക്കോട്ടുകാവ് കല്ലുവഴി കിണാശ്ശേരി കുന്നീശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം നടക്കും. തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6 മണി മുതൽ കോയമ്പത്തൂർ ഇഷ ആദിയോഗി സന്നിധിയിൽ നിന്നുള്ള പരിപാടികൾ പുലരും വരെ വലിയ സ്ക്രീനിൽ തത്സമയം കാണിക്കുമെന്ന്
ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സുധീർ, അംഗങ്ങളായ രാമകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, രാജേഷ്, വികസന സമിതി ഖജാൻജി സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും ഉണ്ടാകും. കിണാശ്ശേരി ശ്രീ കുന്നീശ്വരം ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷം വളരെ ഭംഗിയായി നടത്താനാണ് ഭക്തജനങ്ങളും ട്രസ്റ്റി ബോർഡും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ശിവരാത്രി ദിവസമായിട്ടുള്ള മാർച്ച് 8 വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും മറ്റു വഴിപാടുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെ കോയമ്പത്തൂർ ഇഷ ആദിയോഗി സന്നിധിയിൽ നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങളുടെ ലൈവായിട്ടുള്ള സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കോയമ്പത്തൂരിൽ പോയി പരിപാടികളൊന്നും കാണാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി അവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ അമ്പലത്തിൽ വലിയ LED സ്ക്രീനിൽ കാണിക്കുകയാണ് ചെയ്യുക. കരിമ്പുഴ ബ്രഹ്മീശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിപുലമായി ആഘോഷിക്കും. ആഘോഷ കമ്മിറ്റിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് വൈകിട്ട് 7-ന് കരിമ്പുഴയിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷക്കാലം ക്ഷേത്ര വികസനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലും ഉത്സവ കമ്മിറ്റി പ്രവർത്തിച്ചുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആദരിക്കൽ ചടങ്ങിനു ശേഷം രാത്രി കലാപരിപാടികളും അരങ്ങേറുമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് N. രാമചന്ദ്രൻ, സെക്രട്ടറി P.N. പ്രസാദ്, ഖജാൻജി രാജഗോപാല മേനോൻ, P. ചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ബ്രഹ്മീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2004 മുതൽക്ക് കലശം തുടർന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മീശ്വരം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് അതിനു മുന്നേ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയാണെങ്കിൽ കൂടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ പ്രവർത്തനം ഞങ്ങളിപ്പോൾ 20ാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കരിമ്പുഴയിലെ വളരെ നല്ല പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഉള്ളവരെ ആദരിക്കുന്നതിനും അതേപോലെ തന്നെ സാംസ്കാരിക സദസ്സ് കൂടിയിട്ട് ശിവരാത്രി ആഘോഷം നടത്തുകയാണ്. അതിന് അമ്പലപ്പാറ കടമ്പൂരിലെ മുളയൻകുളത്തിലെ പായലും പുല്ലും നീക്കി നാട്ടുകാർ പൊതുജീവനേകിയിട്ടും കൃത്യമായൊരു കടവില്ലാത്തത് പ്രതിസന്ധിയാകുന്നു. ഒരേ സമയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാൻ സാധ്യമല്ലാത്ത പ്രതിസന്ധിയാണ് മറവുള്ള കടവില്ലാത്തതിനാൽ നേരിടുന്നത്. വേനൽക്കാലത്ത് പോലും ജലസമൃദ്ധമായ മുളയൻകുളത്തിനാണ് സുമനസ്സുകളായ നാട്ടുകാരുടെ കഠിന പ്രയത്നത്തിലൂടെ പൊതുജീവൻ ലഭിച്ചത്. 6 വർഷത്തോളമായി പായലും പുല്ലും നിറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്ന കുളം 3 ഞായറാഴ്ചകൾ കൊണ്ടാണ് വൃത്തിയാക്കിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 30ഓളം പേരടങ്ങുന്ന സംഘമാണ് ഒരേക്കർ വിസ്തൃതിയിൽ വരുന്ന കുളത്തിലെ പായലും പുല്ലും നീക്കം ചെയ്ത് ഉപയോഗയോഗ്യമാക്കിയത്. ഏകദേശം 2 ലോഡ് മാലിന്യമാണ് കുളത്തിൽ നിന്ന് നീക്കം ചെയ്തത്. എന്നാൽ പായലും പുല്ലും നീക്കം ചെയ്തിട്ടും കൃത്യമായൊരു കടവില്ലാത്തതിനാൽ ശരിയായ രീതിയിൽ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഒരു കടവ് മാത്രമാണ് നിലവിലുള്ളത്. ഇരുവശവും മറയ്ക്കുന്ന രീതിയിൽ കടവ് ഇല്ലാത്തതാണ് ഒരേ സമയം പുരുഷനും സ്ത്രീക്കും ഉപയോഗിക്കുന്നതിന് പ്രതിസന്ധി നേരിടുന്നത്. നല്ല രീതിയിൽ കടവ് നിർമ്മിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസിയായ മോഹൻദാസ് പറഞ്ഞു. തീർച്ചയായിട്ടും 30ഓളം പേരടങ്ങുന്ന ആളുകൾ, കുട്ടികളും മുതിർന്നവരടക്കമുള്ള ആളുകൾ, വീട്ടമ്മരടക്കമുള്ള ആളുകളാണ് ഈ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് 4 വർഷത്തോളമായിട്ട് പായലും മൂടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പൈസ തിരിച്ചിട്ട് തന്നെ ഇത് സാധനം കുളം നേരൊക്കെ ഉണ്ടായി. ചണ്ടിയും മറ്റു കാര്യമായിട്ട് പായലും അതുപോലെ തന്നെ ചേറൊക്കെ വാരിയിട്ട് JCB ഉപയോഗിച്ച് ചെയ്യണ്ടായി. അതിനുശേഷം ഇത് വീണ്ടും പായലും മൂടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് കുളിക്കാൻ ഉപയോഗിക്കാത്ത അവസ്ഥ പരാതിയായിട്ട് വന്നപ്പോൾ ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ, പ്രദേശവാസികളടക്കമുള്ള ആളുകൾ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 90ഓളം പണികൾ ഇതിൽ എടുത്തിട്ടുണ്ട് പറയുക. അപ്പോൾ ഇവിടെ തന്നെ ചണ്ടി മാറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആളുകൾ 50ഓളം ആളുകൾ ഇപ്പോൾ വന്നിട്ട് ദിവസം കുളിക്കുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഭാഗത്ത് കാണുന്ന ഭാഗത്തല്ലോ എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു കടവെടുത്ത് കഴിഞ്ഞാൽ അവിടെ കുളിക്കാനുള്ളൊരു സൗകര്യം നല്ലപോലെ ഉണ്ടാവും. ഇപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ വന്ന് കുളിക്കുമ്പോൾ പുരുഷന്മാർ കുളിക്കാൻ പറ്റില്ല, പുരുഷന്മാരും സ്ത്രീകൾ കുളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഫണ്ട് വെച്ചുകൊണ്ട് ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മുഴുവൻ ആളുകളും ഭരണാധികാരികൾ സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറെ വിഷയം ഇതിലേക്ക് വഴിയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് പ്രീതാ മോഹൻദാസ് ജില്ലാ 10 ലക്ഷം രൂപ വിൽക്കുകയുണ്ടായി. ആ 10 ലക്ഷം രൂപ ലാപ്സ് ആയിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായത് വഴിയില്ല എന്നതിൻ്റെ പേരിൽ.
അപ്പോൾ ഇനി വഴി ഉണ്ടാകുന്നൊരവസ്ഥയും കൂടി ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് വീണ്ടും ഫണ്ട് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വഴി ഉണ്ടാകുന്ന സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാകണമെന്നാണ്. കുളത്തിലേക്കുള്ള വഴിയും വീതി കുറവാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി നവകേരള സദസ്സിൽ നിവേദനം നൽകിയെങ്കിലും അനുകൂലമായി നടപടിയുണ്ടായില്ല. പ്രദേശത്തെ 60-ലേറെ കുടുംബങ്ങൾ നേരത്തെ കുളിക്കാനും അലക്കാനും ഉപയോഗിച്ചിരുന്ന കുളത്തിലെ തകർന്ന സംരക്ഷണ ഭിത്തി ശരിയാക്കി കടവ് നിർമ്മിച്ച് വഴിയും വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കരിമ്പുഴ എലമ്പുളശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ITIയിലെ പുതിയ വർക്ക്ഷോപ്പ്, ക്ലാസ് റൂം കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. K പ്രേംകുമാർ MLA അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ P മൊയ്തീൻകുട്ടി, K ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീബ പാട്ടത്തോടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ, ITI പ്രിൻസിപ്പൽ പ്രജിത്ത്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ അതിനൊക്കെ സഹായകരമായ നിലയിൽ നല്ല കെട്ടിടം വന്നാൽ പുതിയ ട്രേഡുകൾ അനുവദിക്കാനും കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകാനും ഒരു നല്ല സ്ഥാപനമായി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാപനത്തെ നമുക്ക് ഒരു നല്ല കേന്ദ്രമാക്കി നമുക്ക് മാറ്റാനും കഴിയണം. ഇനി വാണിജ്യ വാർത്തകൾ. കേക്കുകളുടെ വിവിധ വകഭേദങ്ങളും സ്വന്തമായി ഉണ്ടാക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളുമായി മൈ കേക്ക് അലനല്ലൂർ ആശുപത്രിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കേക്ക് വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഗോവ ട്രിപ്പാണ്. സ്വന്തം കലവറയിലുണ്ടാക്കുന്ന നിരവധി ഫ്ലേവറുകളിലുള്ള കേക്കുകളും ഒപ്പം ബേക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കി മൈ കേക്ക് അലനല്ലൂർ ആശുപത്രിപ്പടിയിൽ RK ടവറിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് ആദ്യ വിൽപ്പന നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ B ആറാട്ടുതൊടി, പഞ്ചായത്ത് അംഗം P മുസ്തഫ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കാസിം ആലായൻ, K രവികുമാർ, K വേണുഗോപാലൻ, ഹരിദാസൻ തുടങ്ങി സാമൂഹ്യ, സാംസ്കാരിക, വ്യാപാര മേഖലകളിലെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി. നൂറിലധികം ഫ്ലേവറുകളിലുള്ള കേക്കുകൾ ലൈവായി ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണമുള്ള ഫ്ലേവറുകളിലും വലുപ്പത്തിലും ഡിസൈനിലും കേക്കുകൾ നിർമ്മിച്ച് വീട്ടിലെത്തിച്ചു നൽകും. ലൈവായി പിസയും ഇവിടെ നിന്ന് ലഭിക്കും. കൂടാതെ വിവിധതരം സാൻഡ്വിച്ചുകളും റൊട്ടികളും ബൺ ഐറ്റംസും മൈ കേക്ക്സ് നിർമ്മിക്കുന്നുണ്ട്. ജ്യൂസ് ആൻഡ് ഷേക്സ്, ഐസ്ക്രീംസ്, മോജിറ്റോസ് എന്നിവയും കൂടാതെ ഫ്രൈഡ് ചിക്കനും അൽഫാമും ബർഗറും ഇവിടെയുണ്ട്. ടീ ആൻഡ് കോഫിയും മറ്റ് ചെറുകടികളും ലഭ്യമാണ്. എയർ കണ്ടീഷനോട് കൂടിയ ഹാളിൽ ഇരുന്നു കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എൻഗേജ്മെൻറ്റിന് ആവശ്യമായ ചോക്ലേറ്റ് കൊട്ടകളും ബർത്ത്ഡേ അലങ്കാരിക വസ്തുക്കളും മൈ കേക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഫ്രീ ഹോം ഡെലിവറിയും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട്.
1 കിലോ തൂക്കമുള്ള കേക്ക് വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് ഗോവയിൽ 3 പകലും 2 രാത്രിയും താമസിക്കാനുള്ള പാക്കേജ് ഒരുക്കിയിട്ടുണ്ട്. കൂപ്പൺ നറുക്കെടുപ്പ് ചെറിയ പെരുന്നാൾ ദിവസത്തിലാണ് നടക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. കോൺഗ്രസ് കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പത്മജയുടെ BJPയിലേക്കുള്ള വരവ് ഇതിന്റെ സൂചന. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് ഇടത് നേതാക്കൾ BJPയിലേക്ക് വരുമെന്നും C. കൃഷ്ണകുമാർ. ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് മാണ്ടക്കരി ഭാഗങ്ങളിൽ ദിവസങ്ങളായി തുടരുന്ന കുടിവെള്ള പ്രശ്നം. കൗൺസിലറുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തി. വെള്ളിയാഴ്ചയോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒരു ദിവസം 50 പേരാക്കി ചുരുക്കിയ മന്ത്രിയുടെ ഉത്തരവ് പ്രതിഷേധത്തിനിടയാക്കി. പെരിന്തൽമണ്ണയിലും ഒറ്റപ്പാലത്തും ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂളുകാരും പ്രതിഷേധിച്ചു. ഉത്തരവ് പിൻവലിച്ച് മന്ത്രി. കോറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി 4 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. ലൈസൻസ് ഇല്ലാതെയാണ് ഇവർ ഖനനം നടത്തുന്നതെന്ന് പോലീസ്. പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. വർണ്ണം ചൊരിഞ്ഞ് വേല എഴുന്നള്ളിപ്പും മേളം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.